ഒരൊറ്റ തേങ്ങയിടിയിൽ 100ഉം 120ഉം തേങ്ങ കിട്ടുന്നു. അതും നമ്മുടെ സ്വന്തം കേരളത്തിൽ, സ്വന്തം എറണാകുളത്ത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇതിവിടെ കിട്ടുന്നുണ്ട്. കാരണം ഒരു സാധാരണ തെങ്ങ് നമുക്ക് കണ്ടാൽ അറിയാം, വലിയ തെങ്ങോ അല്ലെങ്കിൽ വലിയ അത്ഭുതം ഒന്നുമല്ല. സാധാരണ ഒരു കർഷകൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ട് ഇവിടെ 10 തെങ്ങിൽ നിന്ന് 120 കിട്ടുന്നത് ഇന്ന് 2 തെങ്ങിൽ നിന്ന് 120 തേങ്ങ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ വിജയകുമാർ സാറാണ് ഈ ഒരു തെങ്ങ് പരീക്ഷിച്ച് ഈ രീതിയിലേക്ക് വിജയിച്ചിരിക്കുന്ന ഒരാൾ. അപ്പൊ തെങ്ങ് കൃഷി എന്താണെന്ന് നമുക്ക് വിജയകുമാർ സാറിനോട് തന്നെ ചോദിച്ചു പഠിക്കാം. സാറേ, എങ്ങനെയാണ് ഈ തെങ്ങിനെ ഇങ്ങനൊന്ന് പരീക്ഷിച്ച് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കാരണം എങ്ങനെയാണ്? ഒരു 5-6 കൊല്ലം മുമ്പ് തെങ്ങ് ഇങ്ങനെ ഇത് ബാരൻ ലാൻഡ് ആയിരുന്നു. അപ്പൊ കുറെ ഒരു 10-25-30 തെങ്ങോളം നമ്മൾ കൈ നട്ടിട്ട് അത് പരിപാലിച്ച് പോന്നിരുന്നതാണ്. പിന്നെ SPCയുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ വളവും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ആ റിസൾട്ട് കിട്ടി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് തേങ്ങ കിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും, അപ്പോഴും പുതിയ കൊല വന്നു കഴിയുമ്പോഴായിരിക്കണം ആ വ്യത്യാസം മനസ്സിലാക്കി. സാർ ബേസിക്കലി ഒരു കർഷകനാണോ? ഒരിക്കലും ഇല്ല. ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി ആരോഗ്യമൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇതും കൂടി സംരക്ഷിച്ച് പോകണമെന്ന് മാത്രമേ. അപ്പൊ ഇത് ശരിക്കും ഇത് ചെയ്ത് പരീക്ഷിച്ച് പഠിച്ചു എന്ന് പറയാം അല്ലെ? അപ്പൊ ഇത് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു സാധാരണ കർഷകർ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് കർഷകരുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ഒരു തെങ്ങെങ്കിലും ഉണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങൾ മാത്രമാണ്. അപ്പൊ ഒരു സാധാരണ ഒരാൾക്ക്, ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്ന സാറ് ഈ പറയുന്ന ഒരു അത്ഭുതകരമായ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? തെങ്ങിന് എന്തൊക്കെയാണ് സാറ് ചെയ്തത് കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കൊല്ലവും കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ വളം കിട്ടും. രാസവളമല്ല, ജൈവവളം തന്നെ. ഈ കുമ്മായം, എല്ലുപൊടി, ഇത് വേറെന്താണ്, ഇതൊക്കെ ഉണ്ടാക്കും. അതിൽ കുമ്മായം ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. തന്നെ എടുത്തോളാൻ പറഞ്ഞാൽ അവർ തിരിച്ചെടുക്കില്ല. അത് ഞാൻ എന്റെ മോട്ടോർ പെരയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കാണുമെന്ന് എനിക്ക് തോന്നണം. അത് കൂടാതെ ആ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, അത് കൂടാതെ PH ബൂസ്റ്ററും ഭൂമിത്ര, പണ്ട് ബയോപവർ ആയിരുന്നു. ആ ബയോപവർ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ഒരു റിസൾട്ട് കിട്ടിയതെന്നാണ് ഞാൻ ഇപ്പോഴും. PH ബൂസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഇടുന്നതിന് മുമ്പ് ഈ തെങ്ങിന് എങ്ങനെയുണ്ടായിരുന്നു ഒരു വിളവ്? കുറവായിരുന്നു. ആവറേജ് എത്ര തേങ്ങ വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്? അത് ഒരു ഇതിന്റെ ഒരു 4-1 തേങ്ങ ഒരു 4-1 ഫലമാണ് എനിക്ക് അന്ന്. ഈ തെങ്ങിന് നമ്മൾ PH ബൂസ്റ്റർ ഇടുന്നതിന് മുമ്പ് PH ഒക്കെ പരിശോധിച്ചായിരുന്നു. എത്രയായിരുന്നു PH അതിന് മുമ്പ്? എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? 5.5-6 ഇടയ്ക്കായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പരിശോധിച്ചിട്ടില്ല. പക്ഷെ തെങ്ങിന് ഭയങ്കരമായിട്ട് കായ്ഫലം ഉണ്ടായി. ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് നോക്കിയിട്ടില്ല. ഞാൻ പിന്നീട് 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും എനിക്ക് 6-ൽ കൂടുതലൊന്നും വന്നിട്ടില്ല. ബട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിത്ര നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു അല്ലെ? ബയോപവർ ഇതും കൂടി ഇട്ടു. ഇപ്പോഴാണ് ഭൂമിത്ര ഇടുന്നത്. അതൊരു കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഇടാറുണ്ട്. പിന്നെ ഒരു ചാക്ക് ഉപ്പ് മേടിച്ചിട്ട് കുറേശ്ശെ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ചുവട്ടില് വേറെ വളമൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, ഇട്ടിട്ടില്ല. ഹോമിയോ മരുന്ന് ചിലതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തലയ്ക്ക്. അതായത് ശരിക്കും വിജയകുമാർ സാറ് ഒരു പാഷന് വേണ്ടി ചെയ്തതാണെങ്കിലും വലിയൊരു കൃഷി ശാസ്ത്രമാണ് സാറ് പറഞ്ഞു തന്നത്. ശരിക്കും തെങ്ങ് ഏറ്റവും നന്നായിട്ട് ലക്ഷദ്വീപിലാണ് വളരുന്നതെങ്കിൽ അവിടെ ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തെങ്ങിന് 8-8.5 PH വേണ്ടതെന്നുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5-ൽ താഴെ മാത്രമേ PH ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും തെങ്ങൊന്നും നന്നായിട്ട് കായ്ക്കാത്തത്. ഇവിടെ വിജയകുമാർ സാർ പറഞ്ഞത് PH ബൂസ്റ്റർ ഇട്ട് കൊടുത്തു, അതായത് പച്ചക്കക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മണ്ണിന്റെ PH കൂടി, അത് തന്നെയാണ് ഇതിന്റെ വിളവ് കൂടാനുള്ള ഒരു കാരണം. മാത്രമല്ല ഈ തെങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഭയങ്കരമായിട്ട് അടുങ്ങി അതിനകത്ത് പിടിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു കൊലയിൽ ഉണ്ടായിരിക്കുന്നത് 90% മച്ചിങ്ങയും നമുക്ക് തേങ്ങയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം സാറി പറഞ്ഞത് വെച്ചിട്ട് ഭൂമിത്രയും ബയോപവറും ഇതിനകത്ത് ഇട്ട് കൊടുത്തപ്പോ ഇതിന് ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടി. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഒരു പട്ടി ചത്താലോ അല്ലെങ്കിൽ വീട്ടിൽ മീനിന്റെ വേസ്റ്റ് വന്നാലോ ഒക്കെ നേരെ തെങ്ങിൻ തടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ തെങ്ങിന് ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളതെല്ലാം മാറ്റി ഈ തെങ്ങിന് കൊഴുപ്പ് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോഴാണ് തെങ്ങ് മുഴുവൻ മഞ്ഞളിച്ചു തുടങ്ങിയത്. അപ്പൊ സാറ് ഈ പറഞ്ഞതുപോലെ മണ്ണിന്റെ PH-ഉം കറക്റ്റ് ചെയ്തു, ഭൂമിത്രയും ബയോപവറും കൊടുത്ത് അതിന് ആവശ്യമുള്ളത്രയും ഫാറ്റും കൊടുത്തപ്പോഴത്തേക്കും 10 തെങ്ങിൽ നിന്ന് 120 തേങ്ങ കിട്ടുക എന്നുള്ളത് പറഞ്ഞത് നേരെ ഇപ്പൊ 2 തെങ്ങിൽ നിന്ന് 120 തേങ്ങ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി അല്ലെ? അപ്പൊ ശരിക്കും ഇവിടെയുള്ള പുതിയ തെങ്ങുകൾക്കും സാർ ഇതേ രീതി തന്നെയാണ് ഇനി ചെയ്തു വരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ തെങ്ങുകൾക്ക് മാത്രമല്ല അടയ്ക്കാമടത്തേക്കുണ്ട്, അതിനെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇടിയില് ഈ 120 തേങ്ങ കിട്ടുന്ന രീതിയിലേക്ക്
മാറി. അപ്പൊ ഈ വിജയകുമാർ സാർ ഈ ചെയ്തത് ശരിക്കും ഒരു എക്സാമ്പിൾ ആണ്. എല്ലാ വീട്ടിലും ഒരു തെങ്ങെങ്കിലും ഉള്ള ആൾക്കാരാണല്ലേ നമ്മള്. അപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് പഠിച്ച് കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ ആരെയും കുറ്റം പറയണ്ട. നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വേണ്ടതിൽ കൂടുതൽ തേങ്ങ സ്വന്തമായിട്ട് വിളയിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലേ സാറേ? ഏതൊരാൾക്കും തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും വിജയകുമാർ സാറിന്റെയും ഈ ഒരു വിജയകഥ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആകട്ടെ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള തെങ്ങിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റട്ടെ. കേരളം എന്നുള്ള പേര് നമുക്ക് അന്വർത്ഥമാക്കാൻ പറ്റട്ടെ. അപ്പൊ ഇതുപോലൊരു മറ്റൊരു കർഷകന്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.